ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ചേനപ്പൂ വെച്ച് ഉണ്ടാക്കുന്ന നല്ല നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചേനപ്പൂവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചേനപ്പൂവ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനി കുക്ക് ചെയ്തെടുക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചേനപ്പൂവ് കുക്കാവാനായിട്ട് ഇവിടെ 2 വിസിൽ കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഇനി തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ 4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇവിടെ കൂടുതലായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ വറുത്തെടുത്താൽ മതി. തേങ്ങ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തേങ്ങ വറുത്തെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ചേനപ്പൂവ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ചേനപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിനി നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ജാറ് കഴുകിയെടുത്ത വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറിയുടെ കട്ടിക്കനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-3 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി കറി വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്നാലും നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളി ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.